മോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതി കയറി വരുന്നത് കണ്ട് പ്രഭാവതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. പിന്നീട് അവരാണെങ്കിൽ ഋഷിയെ കൊന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രഭാവതി എന്ന് വിളിക്കുമ്പോൾ അരുന്ധതി വരൂ, കയറി വരൂ. അല്ല, ഞാൻ അരുന്ധതിയെ വിളിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് അങ്ങനെ സംഭവിച്ചതിന് ശേഷം സുഖമായോ എന്നറിയാനായിട്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖത്തിനൊക്കെ. യാതൊരു കുഴപ്പമില്ലെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാവുന്നത് പ്രഭാവതിക്കല്ലേ. എങ്കിൽ പിന്നെ അരുന്ധതിക്ക് ഞാനൊരു ചായ എടുക്കട്ടെ. എല്ലാം ചോദിച്ചു, പക്ഷേ ഋഷിയുടെ കാര്യം എന്തായെന്ന് എന്തുകൊണ്ടാണ് പ്രഭാവതി ചോദിക്കാത്തത്? എനിക്കറിയാം, ഇവിടെയുള്ളവർക്കറിയാം എൻ്റെ ഋഷി എവിടെയാണെന്ന്. എൻ്റെ ഋഷിയെ കൊന്നു കളഞ്ഞു. പ്രൈം മിനിസ്റ്റർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജഡ്ജ് അങ്ങോട്ട് വന്നിരുന്നു. എനിക്കെന്താ വെള്ളപ്പേപ്പറും പേനയും കിട്ടില്ല എന്നാണ് കരുതിയത്. അവിടേക്ക് ദേവികയും വരുന്നു. ഈ സമയം മാഡം, നീ എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, ഞാനാണല്ലോ അങ്ങോട്ട് മാഡം എന്ന് വിളിക്കേണ്ടത്. എല്ലാവരും ചേർന്ന് നല്ലൊരു നാടകം തന്നെ കളിച്ച് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഞാൻ അഴിയെണ്ണിക്കും. എൻ്റെ മോൻ എവിടെയാണെന്നുള്ള സത്യം തുറന്നു പറയണം. എവിടെ ആ നന്ദൻ ഇവിടെ ഇല്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ അവൻ ഇവിടെയുണ്ട്, എനിക്കറിയാം. പ്രഭാവതി, നീ എന്നെ കൂടുതൽ ചൊടിപ്പിക്കല്ലേ, എനിക്ക് അവനെ കണ്ട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയാണെങ്കിൽ തടയുകയാണ്. നീ എന്താ ചൂടാവുന്നേ? അതെ, അരുന്ധതി മര്യാദയ്ക്ക് പോകാൻ നോക്ക്. കയ്യാങ്കളിയിൽ കാര്യം നടത്താമെന്ന് കരുതണ്ട. അങ്ങനെ ദേവിക പറയുന്നുണ്ട്. നന്ദു മുകളിലുണ്ട്, ഞാൻ കൊണ്ടുപോയിട്ട് മേഡത്തിന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വേഗം തന്നെ അരുന്ധതിയുമായിട്ട് നന്ദൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയം നന്ദ എന്ന് വിളിച്ചുകൊണ്ട് അരുന്ധതിയാണെങ്കിൽ നന്ദനെ പേടിപ്പിച്ച് അലറി വിളിക്കുകയാണ്. മേഡം. അതേടാ, ഞാൻ തന്നെ. എവിടെടാ എൻ്റെ മോനെ നീ എന്ത് ചെയ്തടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുന്ധതി ബഹളം വയ്ക്കുമ്പോൾ ദേവികയാണെങ്കിൽ വാതിൽക്കൽ നിന്ന് നന്ദനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ഒന്നും പറയരുതെന്ന്. വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, എനിക്കറിയില്ല എന്ന്. നിനക്കറിയാം, എല്ലാവരും നാടകം കളിക്കുകയാണ്. നിന്നെയും നിൻ്റെ ഭാര്യയെയും അമ്മയെയും നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാൻ തീ തീറ്റിക്കും. മര്യാദയ്ക്ക് സത്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും നന്ദ നിനക്ക് നല്ലത്. എൻ്റെ മോനെ നീ എന്ത് ചെയ്തു? നിൻ്റെ അമ്മയെ അപമാനിച്ചതിൻ്റെ പേരിൽ എൻ്റെ മോനെ നീ കൊന്നു കളഞ്ഞു. പറയടാ, എനിക്ക് എൻ്റെ മോനെ ജീവനോടെ താടാ, നിനക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ബഹളം വയ്ക്കുമ്പോൾ മേഡം എന്തറിഞ്ഞിട്ട് ഈ ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ അരുന്ധതിയോട് ചൂടാകുന്നു. അങ്ങനെ നന്ദു എന്തെങ്കിലും അറിയാമെങ്കിൽ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനോട് കണ്ണുകൊണ്ട് പറയണ്ട എന്ന് കാണിച്ചുകൊണ്ട് ദേവികയാണെങ്കിൽ അവനെ സേവ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. നന്ദൻ വീണ്ടും അറിയില്ല മേഡം, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുത് കൊണ്ട് അരുന്ധതിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം, എല്ലാവരും തകർത്ത് അഭിനയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ദേവികയും പുറകെ പോകുന്നു. പിന്നീട് പ്രഭാവതിയെ കണ്ടിട്ട് അരുന്ധതി പറയുന്നുണ്ട്, എനിക്കാകെ ഒരേ ഒരു മകനേ ഉള്ളൂ. എൻ്റെ മോനെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ കണ്ണ് നനയാതെ ഈ അമ്മയ്ക്ക് ഓർക്കാനായിട്ട് കഴിയാറില്ല. കാരണം എൻ്റെ മകനെ തകർത്ത് കളഞ്ഞവളാണ് പ്രഭാവതി നീ. ഇപ്പോൾ അവനെ കൊന്നു കളഞ്ഞെന്ന് പോലും അറിയില്ല. പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം സത്യങ്ങൾ എന്താണെന്ന്. ഒരു ജഡ്ജിനെ വിട്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്താമെന്നൊന്നും നീ കരുതണ്ട. മര്യാദയ്ക്ക് നിങ്ങൾ സത്യം പറയുന്നതായിരിക്കും നല്ലത്. അത് അരുന്ധതി, ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു മോനെ കാണാതായിട്ടുള്ള അമ്മയുടെ വിഷമാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് കാണിച്ചിട്ടുള്ളത്. എൻ്റെ മോൻ ജീവനോടെ വരുമോ ആ ഒരു വാക്കെങ്കിലും എനിക്കറിയണം എൻ്റെ ഋഷിയെ നിങ്ങൾ എന്ത് ചെയ്തെന്ന്. എൻ്റെ മോൻ ജീവനോടെ വരാൻ കാത്തിരിക്കുകയാണ് ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി പൊട്ടിക്കരയുന്നു. പക്ഷെ ഒന്നോർത്തോ, നിങ്ങളാരും ഇനി സമാധാനത്തോടെ ജീവിക്കില്ല. അല്ലെങ്കിലും നിനക്കെന്താ കുറവ്? 2 മക്കൾ, അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോൾ പിന്നെ എന്നെക്കുറിച്ചൊക്കെ നീ എന്തിനാ ആലോചിക്കണമല്ലേ? പക്ഷേ ഓർത്തോ, നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങളെല്ലാവരും ശിക്ഷിക്കപ്പെടും. ഞാൻ ഈ കണ്ണുകൊണ്ട് കാണുമെന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയാണെങ്കിൽ ശാപവാക്കും ഒഴിഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും ഇതൊക്കെ കേട്ട് പ്രഭാവതിയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.